കുട്ടികൾ വെയിറ്റ് ചെയ്യും. അപ്പം ഞാനിവിടെ രാവിലെ നിന്നിട്ട് ഇപ്പോൾ മോന് ഷോപ്പിൽ പോകുമ്പോൾ ഇവിടെ നിന്നിട്ട് വെയിറ്റ് ചെയ്യണം. അതന്നെ എടുത്തതാ ഒന്ന് മതി കേട്ടാ. അല്ലട്ടോ ചില ആൾക്കാർക്ക് വേറെ വേറെ ഇതുണ്ടാവും. അപ്പം ഞാൻ മൊയ്ജ് പാവാണ്, മൊയ്ജിക്കൊന്നും അറിയില്ല ഗൈസ്. ചോബിയാണല്ലോ ചെയ്യുന്നല്ലേ മൊയ്ജ്? ചോബിയാണ്. ചോബി എന്താക്കി? കിക്കാക്കി. എന്തെടി കിക്ക് എന്ന് പറഞ്ഞാൽ ചവിട്ടിന്ന്. ചോബി ബാക്ക് ടു മലബാർ മഞ്ചത്തി യൂട്യൂബ് ചാനൽ. നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഏറ്റവും ലക്കിസ്റ്റ് മോമോ എന്ന് പറഞ്ഞാൽ അത് ഞാനായിരിക്കും. കാരണം രാവിലെ എണീച്ചിട്ട് കഠിന അധ്വാനം ചെയ്യാൻ വേണ്ടി 6 മണിക്ക് എണീച്ചിട്ട് എനിക്ക് വേണ്ടി പണിയെടുക്കുന്ന എൻ്റെ മോനാണ് ഇത്. 6 മണിക്ക് എണീച്ചിട്ട് എൻ്റെ മോൻ്റെ പരിപാടി ഇതാ. രണ്ടാമത്തെ മകനാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തിട്ട് എന്നെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ട് കഠിന അധ്വാനം ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു മോനാണ് രണ്ടാമത്തെ മോൻ. അപ്പോൾ ഏറ്റവും വലിയ ലക്കിസ്റ്റ് മോമല്ലേ ഞാൻ. അപ്പോൾ എനിക്ക് അധ്വാനിക്കേണ്ട, ഹാർഡ് വർക്ക് ചെയ്യേണ്ട, രാവിലെ എൻ്റെ കുട്ടികൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനിരിക്കും അല്ലേ ഈശോ? ഈശോ എന്താ ചെയ്യാനില്ല മൊബൈൽ നോക്കുന്നത് രാവിലെ വെച്ചിട്ട്? ഇത് നോക്കുന്നേ. അപ്പോൾ അവന് നീ വർക്ക് ചെയ്യുന്ന ഞാൻ നിനക്ക് ടൈം ഫുഡ് തരുന്നല്ലേ? അതാണ്. അപ്പോൾ എൻ്റെ പരിപാടി ഇതാണ്. കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഉമ്മമാർ ടൈം പോയിട്ട് അവിടെ ഫുഡ് അവർക്ക് കിച്ചണിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, അവർ വിഷമിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ലൈഫ് സ്റ്റൈല് ഈവനിങ് വരെ എന്തൊക്കെ ആവുന്നു ഒരു പ്ലാൻ ഒന്നും ഇല്ല. ജസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഫുള്ള് കൺഫ്യൂസ് മൈൻഡിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ തോടി സ്റ്റാർട്ട് ചെയ്യാം. ബൈ. 10 എഗ്, റസ്ക്, പിന്നെ 10 പറഞ്ഞപ്പോൾ 10 നമ്പേഴ്സ് എഗ്. അപ്പം ഉമ്മച്ചിൻ്റെ കുഞ്ഞി ഇപ്പം ഷോപ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 എഗ് നോക്കട്ടെ, കൊണ്ടുവരാമെന്ന് നോക്കാം ഞാൻ മോനെ. 10 എഗ്. അതെ 10 എഗ്, റസ്ക്, ഓണിയൻ, 6 പോയി കൊണ്ടുവരാം. 10 പറയുമ്പോ 10 1 2 3 നമ്പർ 10 അതുപോലെ ആവുന്നു. ചെറുപ്പൊന്നും ഇടൂല? ചെറുപ്പം ഇവിടെ പിന്നെ ഡ്രസ്സിന്റെ ഷോപ്പല്ലേ ഗൈസ്. അപ്പൊ അവിടെ ഉള്ള ഡ്രസ് എല്ലാം കാണുമേ. അതെ ഗൈസ്, എന്താ ചെയ്യാ മൈജ്? TV പൊട്ടിയാല് കറക്റ്റ് അതാ പറഞ്ഞ ശ്രദ്ധിക്കണമെന്ന്. TV പൊട്ടുന്ന മുമ്പ് ശ്രദ്ധിക്കണം അല്ലേ? TV പൊട്ടിയ ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. ജണ്ട് TV പൊട്ടിച്ചു. ആര് പൊട്ടിച്ചതാണത്? ചോബി പൊട്ടിച്ചതാ. ഇനി എന്നിട്ട് വേറെ പൊട്ടി പൊട്ടിച്ചു. കറക്റ്റ് പറഞ്ഞിട്ടോ, ഓർമ്മ ഉണ്ടോ അല്ലേ? എൻ്റെ കുഞ്ഞ് ഓർമ്മയ്ക്കുണ്ട്. ഇല്ലല്ല, ഡോറൊന്നും ലോക്കാക്കില്ല. നീ ഇനിയിപ്പോൾ കൊണ്ടുവരുന്നവരെ ഞാൻ എണ്ണി. ഞാനൊന്നും വാങ്ങരുത്. റസ്ക്, ഓണിയൻ. നിന്നിട്ട് വെയിറ്റ് ചെയ്യട്ടോ മോള് വന്നോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ കുട്ടികളെല്ലാം ഉമ്മമാരങ്ങനത്തെ ആയാലൊന്ന് കുട്ടികൾ വെയിറ്റ് ചെയ്യും. അപ്പം ഞാനിവിടെ രാവിലെ നിന്നിട്ട് ഇപ്പോൾ മോന് ഷോപ്പിൽ പോകുമ്പോൾ ഇവിടെ നിന്നിട്ട് വെയിറ്റ് ചെയ്യണം, വന്നോ ഇല്ലേ എന്നുള്ളത്, കൊണ്ടുവന്നോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഫോൺ വിളിക്കും, മനസ്സിലായാലും ഫോൺ വിളിക്കില്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അവിടെയാണ് കേട്ടോ ഷോപ്പ്, അങ്ങോട്ടാണ് ഷോപ്പ്. എനിക്ക് ആ ഒരു വീട്ടിലത്തെ വിൻഡോയിലൊക്കെ കാണും, നമ്മളെ കണ്ണ് തന്നെയാണ്. അപ്പോൾ ഞാനൊക്കെ അവിടെ നോട്ട് ചെയ്യും, മോൻ എന്ത് ചെയ്യുന്നു, മോൻ വന്നോ, അല്ല ഷോപ്പ് ക്ലോസ് ആണോ ഓപ്പൺ ആണോ ഒക്കെ ആ ഒരു ഫ്രണ്ട് ഹൗസിൻ്റെ ആ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ നോക്കുന്നത്. എന്തൊക്കെയാണ് കൊണ്ടുവന്നു? റസ്കാ മുട്ട, പിന്നെ റസ്ക്. ഇത് റസ്ക് ഗൈസ്. ഏത് വാങ്ങിപ്പാ? ഏത് വാങ്ങി? റസ്ക് വാങ്ങിയാ? ഇത് വാങ്ങിയാ? ഇതും വാങ്ങി. ഇതെന്താണപ്പാ? ചീസ് കേട്ടോ. മുട്ട റസ്ക് വാങ്ങിയാട്ടോ. റസ്ക്
ഈ റസ്ക് വെച്ചിട്ട് ഞാൻ എങ്ങനെ ചീസ് ഉണ്ടാ ഗൈസ് മൊയ്ജ് എനിക്ക് പച്ചമുളക് എടുത്താ മൊയ്ജിക്ക് ഇതെന്ന് പച്ചമുളക് പച്ചമുളക് അതന്നെ എടുത്തതാ ഒന്ന് മതി കേട്ടാ എടുത്തോണ്ടിട്ടോ ഗൈസ് ഇതാക്കാണ് ആരാണ് ഉമ്മച്ചിന്റെ ഹെൽപ്പറാ അല്ല ഉമ്മച്ചിന്റെ ഹെൽപ്പിംഗ് ആരാ കിച്ചൺ കേട്ടോ കിട്ടി കിച്ചൺ വാങ്ങണം ഒന്ന് കിട്ടി കിച്ചൺ വാങ്ങണം ഞാനവിടെ ആംലെറ്റ് ആക്കുന്ന കാണിക്കണ്ടല്ലോ അല്ല മൊയ്ജ് എല്ലാവർക്കും അറിയാം അല്ലേ ആംലെറ്റ് ആക്കാണ് അല്ല കുഞ്ഞോ നമ്മളെന്തിനാ കാണിക്കുന്നത് അല്ലേ ഇന്ന് മൊയ്ജ് പോയാ നമുക്ക് അല്ല ചൂട് പായിട്ടാ ചൂടാണോ അതിടും ഇടട്ടാ ചൂടാൻ തൊടല്ല കേട്ടാ കുഞ്ഞു എൻ്റെ കുഞ്ഞ് ഇതൊക്കെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് മുട്ടയുടെ തോലി അവിടെയാണോ ഗുഡ് 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 കുറച്ച് അടങ്ങി ഒതുങ്ങിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം മൊയ്ജ് ഞാൻ അങ്ങനെയാണ് മൊയ്ജിനും ശോഭയും ഞാൻ അങ്ങനെയാണ് കേട്ടോ പിടിച്ച് നിൽക്കുന്നത് കുറച്ച് വലുതായല്ലോ അവനക്ക് അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കുക്കിംഗ് ദിസ് ഇഷ്ടപ്പെട്ടാ ഞാൻ ഇതൊന്ന് ഒഴിച്ചു നോക്കട്ടാ ആംലെറ്റ് ടേസ്റ്റിയാ ഓംലെറ്റ് ആണ് ചെയ്യേണ്ടത് പക്ഷെ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അപ്പോൾ ഓംലെറ്റ് തികയൂല അപ്പോൾ ബ്രെഡ് ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാനൊരു നല്ല സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുമെന്ന വിചാരം പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും കിട്ടില്ല സാറില്ല കുഴപ്പമില്ല ബട്ട് ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് ആക്കാമെന്ന് വിചാരിക്കുന്നത് അവർക്ക് രാവിലത്തെ കൊടുക്കണമല്ലോ ബ്രെഡ് കിട്ടിയിട്ടുള്ളത് ഈ ബ്രെഡാണ് കേട്ടോ ഈ ബ്രെഡിലൊന്നും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടേക്ക് കുറച്ച് ഗീയെല്ലാം വഹിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കണം കുറച്ച് ഇങ്ങനെ മുതലെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് പൊടിയോന്നറിയില്ല പൊടിഞ്ഞാൽ പൊടിയില്ല കുറച്ച് കട്ടിയുണ്ട് കേട്ടോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല മറന്നതാണ് കേട്ടോ എൻ്റെ അടുത്ത് സാൻഡ്വിച്ചിന്റെ എൻ്റെ അടുത്ത് സാൻഡ്വിച്ചിന്റെ ആ ഒരു പാത്രം ഉണ്ട് കേട്ടോ ഞാൻ മറന്നതാ ശരിക്കും എന്താ ചെയ്യാ മറക്കുന്നതാണ് മറവിയാണ് പക്ഷെ അതൊക്കെ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടാണ് ഷിഫ്റ്റിംഗ് ടൈം ഞാൻ പറഞ്ഞില്ല കുറച്ച് കുറച്ച് സാധനം വാങ്ങുമ്പോഴാണ് നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ഞാൻ പറഞ്ഞ ഡിമാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് ഇത്ര എക്സ്പെൻസീവ് മറ്റേത് എന്താ ഗൈസ് അത് ടേസ്റ്റിയാണ് പക്ഷെ എന്തോ ഒരു പോലല്ലോ കേട്ടോ ചില ആൾക്കാർക്ക് വേറെ വേറെ ഇതുണ്ടാവും അപ്പൊ ഞാൻ കൊണ്ടുവന്നത് ഉമ്മ കഴിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പച്ചവായത് ഇല്ലെങ്കിൽ വേറെ ചായ പൊടിയൊക്കെ കൊണ്ടുവന്നാൽ അതിലിട്ട് തീർക്കുന്ന കോഫി റെഡിയായി കോഫി റെഡി ആയിട്ടോ ചായ ടേസ്റ്റിയാണ് എന്താ വേണ്ടതെന്ന് ചോദിക്കാം മൊയ്സ് കോഫി കുടിക്കാറില്ല ഒരാൾ തുടച്ചു കൊണ്ടുവരാം ചോബി ബർത്തഡേ എന്ന് പറയുന്നത് എന്താണ് കണ്ടിട്ടില്ല വേണ്ട അതെടുക്കാം ഞാൻ എന്നെ ഷോക്കായിരുന്നു ചില കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇതാ സാൻഡ്വിച്ച് കഴിച്ചിട്ടല്ലോ ഗൈസ് ഞാൻ തന്നെ എന്ത് തന്നു ഞാൻ സ്പൂൺ തന്ന അതാണ് പൊട്ടക്കിടാ പറയുന്നത് ഇപ്പൊ ചൂടായിരിക്കണേ കയ്യിൽ മര്യാദ കഴിച്ച പോലെ അത്ര കഷ്ടപ്പെട്ട് കഴിക്കണമെന്ന് ഒരുപാട് ചൂടുള്ളത് കൊണ്ടാണ് അവനെ കഴിച്ചത് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് ഉണ്ടോ എങ്ങനായി നല്ല ശോഭ തിന്നോ ശോഭ തിന്നോ വേണ്ടേ
ഓ ഇതിന് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേപ്സ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഗ്രേപ്സും കഴിക്കാൻ ഉച്ചത പരിപാടി. എന്താ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. ഇന്നെല്ലാം തട്ടിമുട്ടൽ കഥ ആണ്. തട്ടിമുട്ടൽ കഥ മാത്രമാണ്, കഥ അല്ല, വെജിറ്റബിൾസാണ് കേട്ടോ. വെജിറ്റബിൾസിൻ്റെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട്, പൊട്ടാറ്റോ അങ്ങനെയുള്ള വെജിറ്റബിളിൻ്റെ വറുത്ത കറി ആണ്. നമ്മൾ ഇത്രയ്ക്ക് എന്തൊക്കെ സാധനം ഗ്രേപ്സ് കറി. അപ്പോൾ നമ്മൾ പച്ചമുളകെല്ലാം മുറിച്ച് കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇറക്കും. ഇത് മാത്രം പച്ചമുളകും, തക്കാളി, ഉള്ളി, തക്കാളി ഉള്ളി ആൻഡ് പച്ചമുളക് നമുക്ക് തമിഴ് പേസിട്ട് நம்ம குக்கிங் பண்ணுவேன். அப்போது எனக்கு தெரியாது தமிழ் பேசுகிறதுக்கு, ஆனால் தமிழ் ரொம்ப பிடிக்கும். நான் பீட்ரூட் எடுத்துருக்கேன், கட்டு பண்ணுறேன். நான் ரொம்ப சன்ன கட்டு பண்ணது. நான் சின்ன மெஷின் இட்டு கட்டு செய்தால் அது ஒரு மாதிரி ஸ்வீட் வருது. அப்போ கத்திட்டு ഓക്കെ. ഞാൻ കോൾ അറ്റൻഡ് പണ്ടിട്ട് വരാം. പൊട്ടാറ്റോ എല്ലാം കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. മുയിജ് പാവാണ്. മുയിജ് പറയാം, മുയിജ് ഞാൻ പാവാണെന്ന് പറയാം. ആ മുയിജ് പാവാണ്. മുയിജുക്കൊന്നും അറിയില്ല ഗൈസ്. ചോബിയാണല്ലോ ചെയ്യുന്നല്ലേ മുയിജ്? ചോബിയാണ്. ചോബി എന്താക്കി? കിക്കാക്കി. എന്തടി? ആ കിക്ക് എന്ന് പറഞ്ഞാൽ ചവിട്ടിന്ന്. ചോബി മുയിജ പാവ ചോബിയാണ്. ఆయన తిప్పేది, ఆయన ఏదైనా హెల్ప్ కొడుచు. ఇండిపెండెంట్ లైఫ్ ఇష్టాలు అల్ల మొయ్య, ಎಲ್ಲ మొయ్యనే చేయాలి. అనే మొయ్య, അങ്ങനെ കുട്ടികളെ ഉണ്ടാക്കി. എന്തായാലും ഇവിടെ പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട് 3 വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വറുത്ത കറി ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് കടകൾ പൊട്ടിയില്ല. അത് കഴിച്ചതാണ്. മിക്സാക്കി ഇതിലെ കുറച്ച് കുറച്ച് മതി വേവാൻ വേണ്ടി. വേവട്ടെ. വെന്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. വെജിറ്റബിൾ എത്ര വേണമെങ്കിൽ ടേസ്റ്റ് ആക്കിക്കോ ഗൈസ്. ബട്ട് അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് ആഡ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ടേസ്റ്റ്. അതായത് നമ്മുടെ കോക്കോനട്ട്. അപ്പോൾ കോക്കോനട്ട് യൂസ് ചെയ്യാത്ത ആൾക്കാർ ആരില്ലല്ലേ. എൻ്റെ ഫേവറേറ്റ് ആണ് കോക്കോനട്ട് മിൽക്ക് ആൻഡ് മറ്റേ സോജി എന്താ പറയുക, റവ പായസ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കോക്കോനട്ട് മിൽക്കൊക്കെ യൂസ് ചെയ്യും. പിന്നെ വെജിറ്റബിൾസ്ക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഇത് സ്ട്രാപ്ഡ് എന്താണ് ഇത് പറയുന്നത്, എൻ്റെ ഇതിന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോക്കോനട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. എന്താ പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയില്ല ഇതിന് എന്താ പറയുന്നതെന്നുള്ളത്. ഓക്കെ, നമ്മളവിടെ ഞാൻ സംസാരിക്കുന്നതാണ്. ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വെജിറ്റബിൾസ്. ചെറിയ കുഞ്ഞി ബീട്രൂട്ട്, കുഞ്ഞി പൊട്ടാറ്റോ ഒക്കെ കട്ട് ചെയ്താൽ പൊട്ടാറ്റോ അലഞ്ഞു പോകാറുണ്ട്. ബീട്രൂട്ട് മാത്രമേ അത് കാണാറുള്ളൂ. ഈ കഞ്ഞിക്കൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ കടിച്ച് കിട്ടണം. കടിച്ചിട്ട് കിട്ടിയാൽ മാത്രമേ അതിനോട് ടേസ്റ്റ് ചെയ്യാം. കൂടുതലായിട്ട് കഞ്ഞിക്കൊക്കെ ഇങ്ങനെ കടിച്ചിട്ട് കിട്ടുന്ന പോലെ ആക്കും. പണ്ടോ വേവട്ടോ ಒಂದು ಶೇಷ ವರ ಹಚ್ಚಿದ ಕೋಕೋನಟ್ ಶಾಪ್ ಸನಕ എന്തിനുണ്ട് ഷുഗർ? അപ്പം ഇവിടുവാ ഞാനിപ്പോൾ നടിച്ചു. My daddy gonna beat you. Why? Your daddy why beat? നമ്മള് ഈ ബീട്രൂട്ട്, പൊട്ടാറ്റോ വിത്ത് ക്യാരറ്റ് കുക്കിംഗ് ആയി. വെജിറ്റബിൾസിൻ്റെ അതിൻ്റെ ടേസ്റ്റ് ബന്ധപ്പെടുന്നതൊക്കെ നോക്കാം.
കഞ്ഞിക്ക് പറഞ്ഞ സാധനമാണ്. കഞ്ഞിയും കജരി കഞ്ഞിയും എങ്ങനെയുള്ള കഴിക്കാൻ പാടില്ല. ഫീവർ വന്നവർ എല്ലാവർക്കും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ എപ്പോഴും ഫിഷ് ചിക്കൻ മട്ടൺ ഒക്കെ കഴിച്ച് മടുത്തവർക്കും ഒരു ദിവസം വെജെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ണും വെജിറ്റബിൾ മടിപ്പുള്ള കഴിച്ച ഒരു പച്ചമുളകിൻ്റെ ഒരു എല്ലൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ വ്ളോഗായിട്ട് പുതിയ പുതിയ കുക്കിംഗ് ആയിട്ട് ട്രാവൽ വ്ളോഗായിട്ട് ലൈഫ് സ്റ്റൈലായിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും വരാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ ദുആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിക്ക് ഉണ്ടാവണം. അപ്പം ഇന്നത്തെ വീഡിയോസ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് നാളത്തെ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.